ഹംഗ്രി മൃണാളിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും സാമ്പാറോ ഒഴിച്ചുകറി എന്താന്ന് വെച്ചാൽ അത് കൂട്ട്, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്. ഐ മീൻ ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസ് 39 രൂപയ്ക്ക് കൊടുക്കുന്നു. ഈ സാധനം മേടിച്ച് ഊണിന് മാത്രം ഇപ്പൊ 2 പായസം ഇല്ല, ഒരു പായസവും ഇത്രയും കറിയും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ ഊണിന് മാത്രം 200 രൂപയാണ് കേട്ടോ. 200 രൂപ 55 പൈസയാണ് ഊണിന് മാത്രം വിത്ത് GST. അല്ല കൊഞ്ഞനം കുത്തുവാ. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. കച്ചവട ബുദ്ധി. ചോറിന് ഇവിടെ 20 രൂപയേ ഉള്ളൂ കേട്ടോ, സാധാരണക്കാർക്ക് പറ്റിയ ഊണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട്, കുളിര് കോരും. പച്ചച്ചോറിന് മാത്രമാണ് 20 രൂപ, സാമ്പാറിന് വേറെ 20 കൊടുക്കണം, മോരിന് കൊടുക്കണം 20, പച്ചക്കറി തോരന് കൊടുക്കണം 20, പപ്പടത്തിന് കൊടുക്കണം 7 രൂപ, ചോറ് രണ്ടാമത് ചോദിച്ചാലും ഈ 20 കൊടുക്കണം. ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും വലിയൊരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 14,000-5,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏത് തട്ടുകുളം തുടങ്ങുന്നതിന് അടക്കം അവിടെ എല്ലാ പേപ്പേഴ്സും വേണം. ഫുഡ് ആൻഡ് സേഫ്റ്റി, പൊല്യൂഷൻ കൺട്രോൾ, എല്ലാ സാധനങ്ങളും വേണം. മനസ്സിലായോ? താൻ എന്ത് റോങ് ആയിട്ടുള്ള സാധനം ഈ പറഞ്ഞു കൊടുക്കുന്നത് നാട്ടുകാർക്ക്? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഓപ്പൺ കിച്ചൺ കൊണ്ടുവന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഓപ്പൺ കിച്ചൺ കൊണ്ടുവന്നത് ഹംഗ്രി മൃണാലൊന്നുമല്ല. ഞാൻ എത്രയോ നാട്ടിൽ ഫുഡ് കഴിക്കാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എത്രയോ സ്ഥലങ്ങളിൽ ഓപ്പൺ കിച്ചൺ കണ്ടിട്ടുണ്ട്. ഹംഗ്രി മൃണാൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫുഡ് കോർട്ട്, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ഫുഡ് കോർട്ട് എങ്ങനെയാണോ അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. കാറിൽ വരുന്നവർക്ക് ഇവിടെ ഭക്ഷണമില്ലെന്നും ഹംഗ്രി മൃണാൾ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നാണ് മൃണാളിൻ്റെ ഒടുക്കത്തെ കച്ചവട ബുദ്ധി. നാരങ്ങാവെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ, ഫ്രഷ് ലൈവ്, വലിയ ഗ്ലാസ് നിറയെ കിട്ടും, പഞ്ചാര കലക്കി കിട്ടുന്ന നല്ല നാരങ്ങാവെള്ളം. പക്ഷേ നാരങ്ങാവെള്ളം കുടിക്കാൻ സ്ട്രോയ്ക്ക് 1 രൂപ എക്സ്ട്രാ കൊടുക്കണം. നാരങ്ങാവെള്ളം കൊണ്ടുവരുന്ന ഗ്ലാസ് ഫ്രീ ആണ് കേട്ടോ, തികച്ചും സൗജന്യം. ഞാൻ അനുഭവിച്ചാണ്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണ്ണൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. ഈ ചങ്ങായി പലവട്ടം എയർ പോയിട്ടുണ്ട്. ഹോട്ടൽ തുടങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ എയർ പോയി എന്നാണ് ഇയാൾ പറയുന്നത്. ബട്ട് ആദ്യം മുതലുള്ള എയർ പോക്കിനൊന്നും കുറവൊന്നുമില്ല. മൂപ്പര് വ്ളോഗ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പല സമയത്ത് പല രീതിയിലുള്ള സംസാരങ്ങൾ മാറ്റിയും മറിച്ചും പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം അന്ന് മുതലേ എയർ പോകുന്നൊരു വ്യക്തിയാണ് ഹംഗ്രി മൃണാൽ അല്ലെങ്കിൽ മൃണാൽ. നാട്ടുകാർ അവർ പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ആബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. ആശങ്കപ്പെടാറില്ല. ആ മൃണാലാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരുന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുകാരൻ, എൻ്റെ തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുമ്പസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്? അപ്പം നിങ്ങൾ എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഒരു പൊട്ടൻ അല്ലേ? മോനെ മൃണാളെ, നിന്റെ ബുദ്ധി വിമാനമല്ല, നിന്റെ ബുദ്ധി റോക്കറ്റാണ്. ഹംഗ്രി മൃണാൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്, നാണക്കേടാണ്. പറഞ്ഞു വരുന്നത് മോനെ, ഹംഗ്രി മൃണാളെ ഇങ്ങനെ ആംഗ്രി ആവരുത്. കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ നമുക്ക് ഒരു സ്ട്രോ ഇല്ലാത്ത ഒരു തണുത്ത ഫ്രഷ് ലൈം കഴിച്ചിങ്ങനെ ശുശൂശുവാം. മൃണാളെ പോട്ടേടാ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.